താങ്കളോട് വോട്ടിംഗ് മെഷീന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ താങ്കൾ എടുത്തിടുന്നത് UPA അല്ലല്ല. ഡീറെയിൽ ചെയ്യരുത്. വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ ഞാൻ UPA കൊണ്ടുവന്നത് സാങ്കേതിക വിദ്യ കൂടിയ വികസിത രാജ്യങ്ങൾ. നിൽക്കൂ, നിങ്ങൾ വീണ്ടും അതിലേക്ക് പോകരുത്. നമ്മൾ വീൽ റീഇൻവെന്റ് ചെയ്യരുത്. ചക്രം ഓൾറെഡി ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചക്രം ഇനി ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നത് വികസിത രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ വർദ്ധിച്ചവർ, അവർക്കില്ലാത്ത കാര്യം. അതിനാണ് ഞാൻ UPA പറഞ്ഞത്. വികസിത രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ഉള്ളിടത്ത് അതില്ല എന്നുള്ളത് കൊണ്ടും നമുക്കത് ഉണ്ട് എന്നും ഫലപ്രദമായി നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. ചോദ്യത്തിന് മറുചോദ്യമല്ല, ചോദ്യത്തിന് ഉത്തരങ്ങളാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളുമായിട്ട് ഇനിയും ഞങ്ങളൊന്ന് ഏറ്റുമുട്ടുന്നുണ്ട്. കാണാൻ ജനങ്ങൾ വീണ്ടും തയ്യാറാവുക. ഇതിന്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും വിശകലനങ്ങളും ഇതിന്റെ കൃത്യമായിട്ടുള്ള എന്താ പറയുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ഒഴുകട്ടെ. അത് എങ്ങനെയായിരിക്കും, അല്ല അതെങ്ങനെയാണെങ്കിലും അതിനെ പോകട്ടെ. പിന്നെ വേറെ കാര്യം പറയാം, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം മാത്രമാണ്. വ്യക്തിപരമായിട്ട് സൗഹൃദത്തിനോ വ്യക്തമായിട്ടുള്ള സ്നേഹത്തിനോ യാതൊരു ഇതുമില്ല. ആശയങ്ങൾ തമ്മിലായിരിക്കണം സംവാദം. ഒരിക്കലും ആശയങ്ങൾ തമ്മിൽ സംവദിക്കുമ്പോൾ ആരെങ്കിലും ജയിക്കുമോ ആരെങ്കിലും തോൽക്കുമോ എന്നുള്ള കൂടുതൽ അറിവുകൾ കിട്ടാനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്നു എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളുടെ ഉദ്ദേശം. ഇനിയും അതിനിടയ്ക്ക് കയറി വർത്താനം പറയരുത്. അത് ശ്രീതട്ടനും കൂടെ എനിക്ക് പറയാനുണ്ട്. താങ്കൾ കുറച്ച് ഒരാളെ വിളിച്ചെടുത്തിട്ട് അയാളുടെ അടുത്ത് ചോദ്യം മറുപടി പറയുന്നതിനൊപ്പം തന്നെ താങ്കൾ എന്നേക്കാൾ കൂടുതൽ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും കാണാം, ഒന്ന് കാണാമെന്നല്ല സംസാരിക്കാം, കണ്ടുമുട്ടാം. ഇതാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മുടെ മതേതരത്വം, ഇതാണ് നമ്മുടെ ജനാധിപത്യം. ഇങ്ങനെ നിലനിന്ന് പോട്ടെ, എപ്പോഴും എക്കാലവും മതേതരത്വം വിജയിക്കട്ടെ. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. മതേതരത്വം വിജയിക്കട്ടെ.